ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മാർജിനൽ ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എസ് എ ടൈപ്പ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്കൊരു റിസൾട്ടാണ് തന്നത്. 2019 സെയിൽ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇങ്ങനെ മാത്രം തരുന്ന സമയത്ത് നമുക്ക് പി വി റേഷ്യോ കാണാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. പി വി റേഷ്യോ കാണാൻ വളരെ സിമ്പിൾ ആണ്. കാരണം പി വി റേഷ്യോന് ഈ കേസിൽ ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പി വി ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ചസ് ഇൻ, ഓക്കെ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ചേഞ്ച് ഇൻ സെയിൽസ്. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത്, ആ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ആ ഡിഫറൻസ് എടുത്ത്, ലോസ് ആണെങ്കിൽ ആ ഡിഫറൻസ് എടുത്താൽ മതി. നമ്മള് പ്രോഫിറ്റ് എങ്ങനെയെന്നുള്ളതൊന്നും മാറ്റർ അല്ല. ആദ്യം കൂടുതൽ പിന്നെ കുറവ്, അല്ലെങ്കിൽ ആദ്യം കുറവ് പിന്നെ കൂടുതൽ, അതൊന്നും മാറ്റർ അല്ല. നമ്മൾ ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 6000-ഉം 15,000-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 9,000 ആണ് അല്ലെ? 9,000 ഡിവൈഡ് ബൈ 2,70,000-ഉം 3,00,000-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 30,000 ഇൻറ്റു 100. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30% കിട്ടും. അപ്പൊ നമ്മുടെ പി വി റേഷ്യോ എത്രയാണ്? 30%. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചേ മതിയുള്ളൂ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പി വി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെയിൽ ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ സെയിലിന് കോൺട്രിബ്യൂഷൻ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഈ 3,00,000 കൊണ്ട് എടുക്കുകയാണ്. ഓക്കെ, അതായത് 2020 ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, എ നമ്മൾ സോൾവ് ചെയ്തു, ബി സോൾവ് ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? സെയിൽസ് ഇൻറ്റു പി വി ആർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞത്? കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലെ? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷന് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ആ റൂട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ സെയിൽസ് എത്രയാണ്? 3,00,000 ആണ്. 3,00,000 ആണ് ഇൻറ്റു പി വി ആർ എത്ര ശതമാനം? 30%. ഓക്കെ ഓക്കെ, അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടും. എത്ര വരും? 90,000 എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആയിരിക്കും 90,000 മൈനസ് പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് ഉള്ളത് ആ വർഷത്തെ? 15,000 ആണ് അല്ലെ? മൈനസ് 15,000. ഓക്കെ, 90-ന്ന് 15 പോയി കഴിഞ്ഞാൽ 75,000. 75,000. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 75,000 ആണ്. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്താലും കിട്ടും. ഏതില്? 270 പി വി റേഷ്യോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 270 കോൺട്രിബ്യൂഷൻ കിട്ടും. അതിന്റെ അത് എന്ത് ചെയ്യാ? ഈ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സെയിം 75,000 നിങ്ങൾക്ക് കിട്ടും. അത് മനസ്സിലായോ? ഇനി ബി പി കാണാം. ബി പി കാണൽ വളരെ സിമ്പിൾ ആണ് അല്ലെ? സി ബി പി ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി ആർ. ഓക്കെ, ഇസിക്കൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 75,000 അല്ലെ? 75,000 ഡിവൈഡ് ബൈ 30%. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,50,000 എന്ന് കിട്ടും. 2,50,000 എന്ത്? പി പി. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് 2 പീരീഡ് അല്ല? അപ്പൊ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വർഷത്തെയും കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? കാരണം നോക്കിയാ, വേരിയബിൾ കോസ്റ്റ് ഓഫ് 2019 is equal to സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. 2019 സെയിൽസ് എത്രയാ? 2,70,000 അല്ലേ? 2,70,000 അല്ലേ? 2,70,000 മൈനസ് കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ ഇതിന് എന്ത് ചെയ്താൽ മതി? പി വി ആർ കൊണ്ട് ഗുണിച്ചാൽ പോരെ? സെയിൽസിനെ പി വി ആർ കൊണ്ട് ഗുണിച്ചാൽ ആ വർഷത്തെ കോൺട്രിബ്യൂഷൻ കിട്ടൂലേ? എത്ര വരും? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 81,000 കിട്ടും. 81,000. അപ്പം സെയിൽസിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും 1,89,000. ഇതേ പരിപാടി നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾ കോസ്റ്റ് ഓഫ് 2020 എങ്ങനെയാണ്? 2020 സെയിൽ എത്രയാ? 3,00,000 മൈനസ് 2020 കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ 90,000. എത്രയാണ്? 90,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
3 ലാഖിന് എന്ത് ചെയ്യാ പി വി റേഷ്യോ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടൂലേ? അപ്പൊ 3 ലക്ഷം ഇൻറ്റു 30% ചെയ്താൽ നിങ്ങൾക്ക് 90,000 കിട്ടും. ഓക്കെ, 3 ലക്ഷത്തിൽ നിന്ന് 90,000 പോയി കഴിഞ്ഞാൽ 2,10,000. അപ്പം ഇതാണ് എന്ത് 2 വർഷത്തെ ഇയർ 1 ഇയർ 2 എന്ത് വേരിയബിൾ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 2,40,000. ഓക്കെ, സിമ്പിൾ ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി ആർ ആണ്. അപ്പൊ പ്രോഫിറ്റ് 24,000 പ്രോഫിറ്റ് ആണെങ്കിൽ എത്രയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി? സിമ്പിൾ ആണ്, 24,000 ഡിവൈഡ് ബൈ 30%. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 80,000. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ? 2,24,000 ഡിവൈഡ് ബൈ 0.3 ഇട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ